അസാമാന്യ മെയ്വഴക്കം, അടങ്ങാത്ത ആവേശം. സ്കേറ്റിംഗിൽ വിസ്മയം തീർക്കുകയാണ് ഈ 14-കാരൻ. ഇൻലൈൻ സ്കേറ്റിംഗിൽ അന്താരാഷ്ട്ര മത്സരത്തിൽ വരെ വിജയങ്ങൾ കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നകുലൻ. 5ാം ക്ലാസ് മുതലാണ് സ്കേറ്റിങ്ങിനോടുള്ള കമ്പം നകുലന് തുടങ്ങിയത്. നകുലൻ വളർന്നപ്പോൾ ആ താല്പര്യവും വളർന്നു. അബുദാബിയിലെ താമസയിടത്ത് കൂട്ടുകാർക്കൊപ്പം സ്വയം പരിശീലിച്ചായിരുന്നു തുടക്കം. പിന്നെ പരിശീലനം തീർത്തും പ്രൊഫഷണലായി. ഇതോടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. വീഴ്ച എപ്പോഴും വീഴാറുണ്ട്, നല്ല വീഴ്ചയൊക്കെ വീഴാറുണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും വീണിങ്ങനെ ഈ വീഴ്ചയുടെ എണ്ണമൊക്കെ ഇങ്ങനെ കുറഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെയൊക്കെ എപ്പോഴും വീഴുമായിരുന്നു. ഇപ്പം അങ്ങനെ വീഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരിക്കലും പേടിക്കാതിരിക്കുക. ഇത് എല്ലാം എളുപ്പമാണെന്ന് കരുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ആലപ്പുഴ കാവാലം സ്വദേശി സുനിൽ സരിത ദമ്പതികളുടെ മകനാണ് നകുലൻ. അബുദാബിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി. പരിശീലനത്തിന്റെ തുടക്കത്തിൽ പിഴവുകളും വീഴ്ചകളും പതിവായിരുന്നു. പരിശീലന കാലത്തെ വീഴ്ചകളിൽ ഭയം തോന്നിയിരുന്നുവെങ്കിലും സുനിലും സരിതയും ഇപ്പോൾ സന്തോഷത്തിലാണ്. തുടക്ക സമയത്ത് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. നാട്ടിലിങ്ങനെ ചെയ്യുന്ന കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ അബുദാബി വന്നിട്ട് ഇപ്പം 3 കൊല്ലമായി. ആ സമയത്ത് തന്നെ ഇവിടുത്തെ കോർണിഷിൽ ഇവിടുത്തെ ഈ പാർക്കിൽ വന്ന് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം തുടങ്ങി. പിന്നീട് നാട്ടിൽ പോയി, വിസയില്ലാതെ നാട്ടിൽ പോയി. പിന്നെ തിരിച്ചിവൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു അക്കാഡമി ഇവനെ തിരിച്ചു വിളിപ്പിച്ചതാണ്. മുംബൈയിൽ മത്സരത്തിന് വേണ്ടിയിട്ട് ഇവിടെ തിരിച്ചു വിളിപ്പിച്ചതാണ്. പിന്നീട് പോയില്ല, പിന്നീട് ഇവിടെ തന്നെ. മികച്ച പരിശീലനം കിട്ടിയതോടെ സ്കേറ്റിംഗിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ചുറ്റുമുള്ളവരെ നകുലൻ അമ്പരപ്പിച്ചു. കാലിൽ ചക്രം ഘടിപ്പിച്ചിട്ടെന്ന പോലെ മിന്നിപ്പായുന്ന പ്രകടനം. സ്കേറ്റിംഗിൽ തന്നെ പാർക്ക് വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കുറെ കാലത്തെ പരിശീലനം. ഇപ്പോഴും പേടിയുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ എങ്ങും പോകാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് തായ്ലൻഡിനുണ്ടായിരുന്നു. മുംബൈ പോയപ്പോഴും എനിക്ക് പോകാൻ പറ്റില്ല, പുള്ളിക്കാരും പോയില്ല. ഇപ്പം തായ്ലൻഡിൽ പോയില്ല. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഇൻ്റർനാഷണൽ മത്സരം ഇന്തോനേഷ്യ ആണെന്ന് പറയുന്നു. അതിന് അറിയില്ല. ടെൻഷനാണ്, നല്ല ടെൻഷനുണ്ട്. തന്നെ വിടുന്നതിൽ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ ഇതൊക്കെ നേരിട്ട് ഇന്ന് കാണാനും പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. പടവുകൾക്കുമീതെ നകുലൻ കുതിക്കുന്നത് കാഴ്ചക്കാരിൽ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും. എന്നാൽ അതിസൂക്ഷ്മതയോടെ ചുവടുകൾ വെച്ച് ആ നെഞ്ചിടിപ്പുകളെല്ലാം കയ്യടികളാക്കി മാറ്റുകയാണ് ഈ മിടുക്കൻ. നല്ല ടെൻഷനാണ്. കഴിഞ്ഞ 2 മത്സരത്തിലും ദുബായിൽ വെച്ചുള്ളതിന് 2നും ഞാനാണ് കൂടെ പോയത്. അപ്പോൾ അവർ 2ലും ഫസ്റ്റ് അടിച്ച് വരുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പഠിത്തത്തിൽ ഇത് ബാധിക്കുന്നൊന്നുമില്ല. എങ്കിലും അവൻ കറക്റ്റ് ട്രെയിനിങ്ങിൻ്റെ ടൈമിങ്ങിന് ഒരു 7 മണി മുതൽ 8 മണി വരെയൊക്കെയാണ്. ആ കറക്റ്റ് ടൈമിങ്ങിന് പോകുന്നുണ്ട്. രാവിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു 5 മുതൽ 8 വരെ രാവിലെയും പോകുന്നുണ്ട്. അല്ലാതെ പഠിത്തം ഇതുമായിട്ട് യാതൊരു ഇതുമില്ല. തായ്ലൻഡിൽ നടന്ന മത്സരത്തിൽ 3 വെങ്കലം നേടിയ നകുലൻ മിന്നും താരമായി. UAEയിൽ ഇതിനകം നിരവധി സ്കേറ്റിംഗ് മത്സരങ്ങളിൽ 1ാം സ്ഥാനവും മറ്റു സമ്മാനങ്ങളും നേടി. ഐറിൻ, ഷെരീഫ് എന്നിവരാണ് പരിശീലകർ. എനിക്ക് 2 കോച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വന്ന സമയത്ത് എന്നെ ഐറിൻ എന്ന് പറഞ്ഞൊരു ഫിലിപ്പീൻ ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു 3 മാസം 4 മാസം ടീച്ചറിൻ്റെ കൂടെ ട്രെയിൻ ചെയ്തു. പിന്നെ ഷെരീഫ് അങ്കിൾ എന്ന് എൻ്റെ കോച്ച്, ഇപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോച്ചിൻ്റെ അടുത്ത് ഞാൻ ചേർന്നു. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആവുന്നുണ്ട്. ഇപ്പം ഇത്ര നാളായിട്ടും ഞാൻ അവിടെ തന്നെയാണുള്ളത്. ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്തോനേഷ്യയിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര മത്സരത്തിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നകുലൻ. ഭാവിയിൽ വേൾഡ് സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന നിമിഷമാണ് സ്വപ്നങ്ങളിൽ നിറയെ. എനിക്കിതുവരെ ഏകദേശം 10-15ഓളം മെഡൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇവിടെ തന്നെ അബുദാബിയിൽ തന്നെയുള്ള ഒരു റേസിലാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയ മെഡലിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് 2 months ബിഫോർ തായ്ലാൻഡിൽ കിട്ടിയ 3 ബ്രോൺസ് മെഡലിലും പിന്നെ ലാസ്റ്റ് മന്തിൽ 2 ഗോൾഡ് ദുബായിലും കിട്ടിയിട്ടുണ്ട്. ഇത് 2ലുമാണ് എനിക്ക് ഇതുവരെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറെ കുറേ റേസിൽ എനിക്ക് കുറേ മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാം എനിക്ക് സന്തോഷം തന്നെ. വലിയ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുമ്പോഴും സാമ്പത്തികം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ചെലവ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് 9ാം ക്ലാസ്സിലെ പഠനം പോലും ഓൺലൈനാക്കി മാറ്റി. ഇതിനൊപ്പമാണ് ഓരോ മത്സരവേദിയിലേക്കും പറന്നെത്താനുള്ള ചെലവ്. ഇതെല്ലാം എന്നെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.